ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരോടും ആദ്യം തന്നെ ഞാൻ എൻ്റെ ഹാപ്പി വിഷു അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ വിഷു ദിനത്തിലായിരിക്കും ഈ ഒരു വീഡിയോ ചിലപ്പോൾ കാണാണ്ടാവുക, അതുകൊണ്ടാണ്. അപ്പോൾ വിഷു ക്ലാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമ അങ്ങ് വെതറി ഗൈസ്. 3 അടിപൊളി പുത്തൻ ചിത്രങ്ങൾ ഇങ്ങനെ കിടന്ന് വെതറി. അങ്ങനെ എല്ലാ ചിത്രം ഫസ്റ്റ് 2 ദിവസം കൊണ്ട് തന്നെ തകർപ്പൻ വിജയം നേടിയെടുത്തിട്ടുണ്ട്. ഓക്കെ, അതിലാദ്യം തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ നിന്ന് തുടങ്ങാം. ഈ സിനിമ വമ്പൻ പ്രതികരണമാണ് ആദ്യ ദിവസം നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ കളക്ഷൻ 2 ദിവസം കൊണ്ട് 18 കോടി ഈ ഒരു സിനിമ കളക്ട് ചെയ്തു. ആദ്യ ദിനം 8 കോടിയും സെക്കൻഡ് ദിനം 10 കോടി ഈ ഒരു സിനിമ കളക്ട് ചെയ്തു. എന്താ അല്ലേ യെസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ബസ്റ്റർ ലോഡിങ് ആണ്. ഓക്കെ, നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെയൊക്കെ. സോ പിന്നെ നമ്മുടെ ഫഹദ് നായകനായിട്ട് കുറച്ച് ഹൈപ്പിൽ വന്നൊരു സിനിമയാണല്ലോ ആവേശം. ആവേശത്തിൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു കിടിലം പോസിറ്റീവ് റെസ്പോൺസ് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ച്. അതേപോലെ തന്നെ സിനിമയുടെ കളക്ഷൻ ഓക്കെ, റിലീസ് ചെയ്ത ആദ്യ ദിവസം 10 കോടിയും ഇന്നലത്തെ ദിവസം ഈ ഒരു സിനിമ ഏകദേശം 7 കോടിയും കളക്ട് ചെയ്തുകൊണ്ട് 17 കോടിയായിട്ട് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ 18 കോടി അടിച്ചിട്ടുണ്ട്. ആവേശം 17 കോടി അടിച്ചിട്ടുണ്ട്. രണ്ടും കട്ടയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 കോടിയുടെ ഒക്കെ ഒരു വ്യത്യാസമേ ഉള്ളൂ, എങ്കിലും കട്ടയ്ക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആരായിരിക്കും ക്ലാഷ് വിന്നർ എന്നൊക്കെ നമുക്ക് അവസാന ഘട്ടത്തിലായിരിക്കും അറിയാൻ പറ്റുക. ഏത് സിനിമ 100 കോടി തൂക്കുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, മേ ബി കളക്ഷൻ റിപ്പോർട്ട് വെച്ചിട്ട് ആവേശം തൂക്കാൻ നല്ല സാധ്യതയുണ്ട്. ഇപ്പോൾ കുറച്ച് പിറകിലാണെങ്കിലും ഈ സിനിമയ്ക്കാണ് ഇപ്പോൾ യൂത്തുകളുടെ ഇടയിൽ വലിയ പ്രാധാന്യമുള്ള സിനിമ ആവേശം തന്നെയാണ്. പിന്നെ ചിത്രത്തിൻ്റെ IMDb റേറ്റിംഗ് ആയാലും 8.1/10 അതേപോലെ തന്നെ നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ സിനിമയായിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ IMDb റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ അതിന് കുറച്ച് ഇതിനേക്കാൾ കൂടുതലാണ്. 8.4/10 അതിൻ്റെ ഒരു IMDb റേറ്റിംഗ് വന്നിരിക്കുന്നത്. എന്തായാലും പൊളിച്ചിട്ടുണ്ട് ആവേശ സിനിമ. അതേപോലെ തന്നെ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയായാലും വലിയ തരക്കേടില്ലാത്ത ഒരു നെഗറ്റീവൊന്നുമില്ല സിനിമയിൽ. വളരെ എന്താ പറയുക, ഒരു സ്റ്റോപ്പ് മാനുവലാണ് കഥ പോകുന്നതെന്നാണ് കേൾക്കുന്നത്. ഇനി അടുത്തത് ഉണ്ണിമുതൽ നായകനായിട്ടുള്ള ജയ് ഗണേഷ് സിനിമയാണ്. ഈ ഒരു സിനിമ നമ്മൾ ക്ലാഷ് റിലീസിലെത്തിയിട്ട് ഏറ്റവും കുറവ് കളക്ഷനും IMDbയും കുറവായിട്ടുള്ളൊരു സിനിമയാണിത്. ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമ ഏകദേശം എന്താ പറയുക, ഫസ്റ്റ് ഡേ കളക്ഷൻ തന്നെ 48 ലക്ഷമാണ് വേൾഡ് വൈഡിൽ നിന്ന് നേടിയിട്ടുള്ളൂ. കോടിക്കടുത്ത് പോലും എത്തിയിട്ടില്ല. ഓക്കെ, പിന്നെ ഒരു സിനിമ സെക്കൻഡ് ഡേയിൽ വന്നപ്പോഴും നിരാശ തന്നെയാണ്. ഏകദേശം 46 ലക്ഷം അത്രയൊക്കെ ഒരു കളക്ഷനുള്ളൂ. 46 ലക്ഷം തന്നെയുള്ളൂ സിനിമയുടെ സെക്കൻഡ് ഡേ കളക്ഷനായാലും വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. പിന്നെ ഇതിൻ്റെ IMDb റേറ്റിംഗ് ആയാലും മറ്റ് സിനിമകളെ അപേക്ഷിച്ച് അത്ര കുറവൊന്നുമില്ല. 7.8/10 ഉണ്ട് ഒരു സിനിമയുടെ IMDb റേറ്റിംഗ്. 2 ദിവസം കൊണ്ട് തന്നെ സിനിമ 1 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ ജയ് ഗണേഷ് മറികടന്നിട്ടുണ്ട്. എന്തായാലും ഇനി വരാൻ പോകുന്നത് നാളെ വിഷു, അങ്ങനെ അടിപൊളി. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്തായാലും ഒരു സിനിമ മികച്ചൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ ജയ് ഗണേഷ് വർഷങ്ങൾക്ക് ശേഷം ആവേശം എന്ന് പറയുന്ന സിനിമകൾ നേടിയെടുക്കും. അങ്ങോട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമ്മൾ എല്ലാ ദിവസവും ബോക്സ് ഓഫീസ് കളക്ഷൻ്റെ വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ബൈ.